വൈദ്യുപയോഗത്തിൽ വീണ്ടും സർവകാല റെക്കോർഡ് കേരളം ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വൈദ്യുപയോഗം വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കടുത്ത ചൂട് സാഹചര്യത്തിൽ ഇന്നലെ 2 പ്രധാന റെക്കോർഡുകളാണ് തിരുത്തിക്കുറിക്കപ്പെട്ടത്. പ്രതിദിന ഉപയോഗം ഇന്നലെ സംസ്ഥാനത്ത് മൊത്തം വൈദ്യുതി ഉപയോഗം 117.155 ലക്ഷം യൂണിറ്റ് ആയി ഉയർന്നു. പീക്ക് ഡിമാൻഡ് വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്ത് വൈദ്യുതി ഉപയോഗം ആവശ്യകത 6033 മെഗാവാട്ട് സർവകാല റെക്കോർഡിലെത്തി. ഈ വെല്ലുവിളി 6033 നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KSEB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവും 16-ാം തീയതി മുതൽ ഉണ്ടായി. മറ്റ് 200 മെഗാവാട്ടിൻ്റെ കുറവ് 20-ാം തീയതി മുതലും വീണ്ടും ഒരു 200 മെഗാവാട്ടിൻ്റെ കുറവ് 26 മുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന താപനില ഈ മാസം 26-ാം തീയതി വരെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ മെയ് മാസത്തിലും ഏകദേശം ഒരാഴ്ചയോളം ഉയർന്ന താപനില ഉണ്ടാകുമെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നും കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ദീർഘകാല കോൺട്രാക്ട് ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുവാദം KSEB ചോദിച്ചിട്ടുണ്ട്. 22-ാം തീയതിയിലെ പൊതു തെളിവെടുപ്പിന് ശേഷം ഈ അനുമതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് കിട്ടിയാൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. ഇല്ല, അത് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമങ്ങളാണ് നടത്തി വരുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, അമിതമായ ചൂട് കാരണം എയർ കണ്ടീഷണറുകളുടെയും ഫാനുകളുടെയും ഉപയോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി ആവശ്യകതയിലെ വൻതോതിലുള്ള വർധനവ് കാരണം. അതിൻ്റെ കൂടെ ഇഞ്ചക്ഷൻ കുക്കർ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതും അതിൻ്റെ പ്രധാന കാരണമാണ്. തിരക്കേറിയ സമയങ്ങൾ വൈകുന്നേരം 6 മുതൽ 11 വരെ ആവശ്യമായ ലൈറ്റുകളും ഹൈ വോൾട്ടേജ് ഉപകരണങ്ങളും ഒഴിവാക്കി നമുക്ക് സഹകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ചിലവിടെ ഓവറായിട്ട് ലോഡ് കൂടുമ്പോൾ ഡ്രിപ്പാകുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇഞ്ചക്ഷൻ കുക്കറായിട്ട് വൈകുന്നേരം ഉപയോഗിക്കാൻ തന്നെയാലോ. AC എല്ലാ റൂമിലും ഉണ്ട്, ഉപയോഗിക്കുക 10-15 മണി വരെയുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവറായി ലോഡ് വരുമ്പോൾ അത് കട്ട് വരും, തന്നെ മറ്റേ ഡ്രിപ്പാകും, ആ പ്രശ്നമേ ഉള്ളൂ. കാര്യമായി വൈദ്യുതി ഉത്പാദനം നടക്കുന്ന ഡാമുകളിലൊക്കെ ജലനിരപ്പ് വലിയ തോതിൽ കുറയുകയാണ്. അത് ഇനി വരുന്ന ഇല്ല, നമുക്കില്ല. മെയ് മാസത്തിൽ തന്നെ മഴ പെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ. അത് വന്നാൽ അതിന് ദീർഘകാല കരാർ നമുക്ക് ദീർഘകാല കരാർ വയ്ക്കുമ്പോൾ ചെറിയ നഷ്ടം വരുന്നുള്ളത് തോന്നിയിട്ടാണ് ദീർഘകാല കരാർ വയ്ക്കാതിരിക്കുന്നത്. അത് വയ്ക്കാൻ തീരുമാനിച്ചിട്ട് പവർ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരത്തിന് വേണ്ടി കൊടുത്തിട്ട് 22-ാം തീയതി തീരുമാനം ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. അങ്ങനെ തീരുമാനിച്ചാൽ നമുക്ക് വിഷമമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഹരിയാന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ 4:30 കിട്ടിയത് പിന്നീട് 13 ആക്കി എന്നുള്ള പറയുന്നുണ്ട്. അതേ കമ്പനിയിൽ നിന്ന് തന്നെ അതെല്ലാം അതൊക്കെ മാറ്റിയെടുത്തല്ലോ. അതൊക്കെ നമ്മൾ ആ കരാറൊക്കെ റദ്ദ് ചെയ്ത് പുതിയ കരാറിലേക്കല്ലേ, ഷോർട്ട് ടേം കരാറിലേക്കാണ് പോയത്. അതേ കമ്പനി തന്നെയല്ലേ? അല്ലല്ല, അത് പല കമ്പനികളും വരുന്നുണ്ട്. അവർ ദീർഘകാല കരാറാണെങ്കിലേ തരുള്ളൂ എന്നാണ് പറയണത്. അത് അതന്നെയാണ് നോക്കണത്, അതന്നെയല്ലേ നോക്കുള്ളൂ. ആ അന്തർ സംസ്ഥാന ലൈനുകൾ വഴി 150 മെഗാവാട്ടോളം അധികമായി എത്തിക്കാൻ സാധിക്കുന്നതാണ്. വയനാട്, കാസർഗോഡ്, ഉടുപ്പി 400 kV ലൈൻ പൂർത്തിയാകുന്നത് മുറയ്ക്ക് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം തന്നെ മികച്ച നഷ്ടപരിഹാര പാക്കേജ് നടപ്പാക്കിക്കൊണ്ട് ഉടുപ്പി കാസർഗോഡ് ലൈൻ നിർമ്മാണം അതിവേഗതയിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ ലൈനും കാസർഗോഡിലെ കരിന്തണം 400 kV സബ്സ്റ്റേഷനും ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയും.
വയനാട് കാസർഗോഡ് 400 kV ലൈനിൻ്റെ നഷ്ടപരിഹാര പാക്കേജ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ലൈൻ നിർമ്മാണവും പൂർത്തിയാക്കിയാൽ വടക്കൻ മലബാർ മേഖലയിൽ വൈദ്യുതിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ഉത്തര മലബാർ മേഖലയുടെ വ്യവസായ വികസനത്തിന് ആക്കം കൂട്ടുകയും ഉത്തര മലബാർ മേഖലയിലെ ജനപ്രതിനിധികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഈ 400 kV ലൈൻ നിർമ്മാണത്തിന് പൂർത്തീകരണത്തിനായി പ്രതീക്ഷിക്കുന്നു. വെച്ചാൽ അവരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിലേ നമുക്ക് സ്ഥലം പെട്ടെന്ന് ഏറ്റെടുക്കാൻ സാധിക്കുള്ളൂ. അല്ല, അത് ഒരു പാക്കേജ് തീരുമാനിച്ചു, എന്നിട്ട് പിന്നെ അവർ കൂടുതൽ വേണമെന്ന് ചെറുതായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് തീരുന്നതാണ് പ്രതീക്ഷ. ഇല്ല. ഇപ്പം ചാർജ് നമ്മൾ കുറച്ച് ലാഭത്തിലാണ് പോണത്. പ്രതീക്ഷ അങ്ങനെ ഒരു വരേണ്ട ആവശ്യം വരില്ല എന്നാണ് പ്രതീക്ഷ. എന്താണ് ഞാൻ ഈ വിലയിരുത്തലാണ് പറഞ്ഞത്. ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ വിലയിരുത്തൽ, അതാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ വിലയിരുത്തലാണ്. അതിൽ പകൽ തന്നെ നമുക്കത് കിട്ടുള്ളൂ. പീക്ക് അവറിലാണല്ലോ, രാത്രിയാണല്ലോ നമുക്ക് വിഷമമുള്ളത്. പകൽ കിട്ടുന്നുണ്ട്, അത് ശരിയാ. രാത്രി പീക്ക് അവറിൽ എന്ത് ചെയ്യും? പീക്ക് അവറിൽ എല്ലാവരും വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഓവർലോഡാകുമ്പോൾ ഡ്രിപ്പാകും. അതാണ് പ്രശ്നം വരുന്നത്. കുറച്ചൊരു നിയന്ത്രണം സ്വയം ഏറ്റെടുത്താൽ നമുക്ക് പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകും. അത് നിങ്ങളൊരു സഹായം, അങ്ങനെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.